ഹലോ, എല്ലാവർക്കും ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആലപ്പുഴയിൽ നിന്ന് ഒരു ആയുർവേദ ഡോക്ടറും ഈസ്തറ്റിക് ഫിസിഷ്യനുമാണ് ദൃശ്യ. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഡോക്ടർ ദൃശ്യ നമ്മുടെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് പ്രതിമാസം 60,000 രൂപയായിരുന്നു വരുമാനം ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്നത്. അതിനുശേഷം ഇതിൻ്റെ സ്റ്റെപ്സ് എല്ലാം പഠിച്ചെടുത്തു, സ്വന്തമായിട്ട് തന്നെ മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തു. അതിനുശേഷം എൻ്റെ നിന്ന് അവാർഡ് മേടിക്കുന്ന സമയത്ത് 60,000 എന്നുള്ളത് 1,50,000 സ്കെയിലപ്പ് ചെയ്തു. ആ രഹസ്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന നിമിഷത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മാസം 2 ലക്ഷം രൂപ പ്രതിമാസത്തിലൂടെ എത്തിയെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം ഡോക്ടർ ദൃശ്യ. വെൽക്കം ടു അവർ ഹോൾ ഓഫ് ഫെയിം ഇൻ്റർവ്യൂ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ ക്ലിനിക്കിനെ കുറിച്ചും സ്ഥലവും എല്ലാം? ഞാൻ ഡോക്ടർ ദൃശ്യ. എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ലയിൽ തകഴി എന്ന സ്ഥലമാണ്. ക്ലിനിക്കിൻ്റെ പേര് തൃപ്പാദം ആയുർവേദ ചികിത്സാ കേന്ദ്രം. അവിടെ ആയുർവേദ ചികിത്സകളുമുണ്ട്, ഈസ്തെറ്റിക് സൗന്ദര്യ സംരക്ഷണമായ ചികിത്സകളുമുണ്ട്. 10 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. വെരി ഗുഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ആയുർവേദ ഡോക്ടർ ആകാൻ തീരുമാനിച്ചത്? അതിലെങ്ങനെയാണ് ഒരു പാഷൻ വന്നത്? എനിക്ക് ആയുർവേദത്തിനോട് അല്ല, ഡോക്ടർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ എൻട്രൻസ് എഴുതി, കിട്ടാതെ വന്ന് റിപ്പീറ്റ് ചെയ്തു. അങ്ങനെ പിന്നെ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് ആയുർവേദമാണ് കിട്ടിയത്. പിന്നെ ആയുർവേദത്തിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നാണ് മനസ്സിലായത്, MBBS പഠിക്കുമ്പോൾ MBBS മാത്രം പഠിച്ചാൽ മതി, BDS പഠിക്കുമ്പോൾ BDS മാത്രം പഠിച്ചാൽ മതി, ആയുർവേദം പഠിക്കുമ്പോൾ ആയുർവേദം പഠിക്കണം, MBBSകാർ പഠിക്കുന്നതും പഠിക്കണം, BDSകാർ പഠിക്കുന്നതും പഠിക്കണം, എല്ലാം പഠിക്കണം. അപ്പൊ പിന്നെ എൻ്റെ ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരുന്നു ആയുർവേദം എന്ന് പിന്നെ മനസ്സിലായി. വെരി ഗുഡ്, സൂപ്പർ. അപ്പം ഒരുപാട് അഭിമാനം തോന്നുന്നല്ലേ ഇപ്പോൾ ഈ ഒരു പോസ്റ്റിലെത്തി നിൽക്കുന്നതിൽ? അതെ, തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരണമെന്ന് അല്ല, അതിനു മുമ്പ് ചോദിക്കുക, എപ്പോഴാണ് നമ്മുടെ ഇതിൽ വന്നത്? JJയിൽ വന്ന എപ്പോഴാണ്? JJയിൽ വന്നത് ഞാനൊരു ഫേസ്ബുക്ക് ആഡ് കണ്ടിട്ടാണ്. 99 രൂപയുടെ വിപിൻ സാറിന്റെ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അതില് ആതിര എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എന്നെ ഇതിലേക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ഇതിലേക്ക് താല്പര്യം വളർത്തിയെടുത്തെന്ന് തന്നെ പറയാം. മെസ്സേജ് അയച്ചു. ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ എന്റെ ഫോളോ അപ്പ് ചെയ്യുമല്ലോ, ഫോളോ അപ്പ് ചെയ്യുമ്പോൾ സാറിന്റെ നല്ലൊരു ടീമാണ് കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. സാറിന്റെ ടീം എന്ന് പറഞ്ഞാൽ നമ്മളെ അതിലേക്ക് ആകർഷിക്കുന്ന ഒരു ടീം തന്നെയാണ്. ആ കുട്ടി എന്നെ ആ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കിയത് ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു എനിക്ക് മെസ്സേജ് ചെയ്തു. അപ്പോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാധാരണ സോഷ്യൽ മീഡിയ അത്ര പരിചയമുള്ള ആളല്ലായിരുന്നു ഞാൻ. അപ്പോൾ അതിലൊരു വീഡിയോ ചെയ്യുന്നതാണ് സാറിന്ന് പഠിപ്പിച്ചത്. ഫ്രീ ക്ലാസ് ആയിരുന്നു, 99 രൂപയുടെ ക്ലാസ് ആയിരുന്നു. അത് പഠിപ്പിച്ചു, അത് ഞാൻ ചെയ്തു. പക്ഷെ അത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് പേർക്ക് ഇട്ട് കൊടുത്തപ്പോൾ അവര് നല്ല അഭിപ്രായം പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഇതുപോലെ നിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ വീഡിയോ നീ ചെയ്യ്, അപ്പോൾ നീ കുറച്ചുകൂടെ നിന്റെ പുറത്തു നിന്നുള്ള ഈ തകഴി ഒരു ലൊക്കാലിറ്റി, അല്ലെങ്കിൽ അമ്പലപ്പുഴ തകഴി എന്നുള്ള ഒരു ലൊക്കാലിറ്റി വിട്ട് നിന്നെ പുറത്തോട്ടുള്ള ആളുകൾ അറിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതെനിക്ക് നല്ലൊരു പ്രചോദനമായിരുന്നു. അങ്ങനെ ആ കുട്ടി ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഷാലിമ മിസ്സിനാന്ന് തോന്നുന്നു ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതിനോട് അടുത്ത ക്ലാസ്സിൽ സിൽവറിലേക്ക് മാറാൻ പറയൂന്ന് മാം പറഞ്ഞതായിട്ട് ആതിര പറഞ്ഞു. അങ്ങനെ ഞാൻ സിൽവറിലേക്ക് ജോയിൻ ചെയ്തു. എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു. ഞാൻ ക്രെഡിറ്റ് കാർഡ് വെച്ചാണ് സിൽവറിലേക്ക് ജോയിൻ ചെയ്തത്. അങ്ങനെ സാറിന്റെ സിൽവർ ക്ലാസ് കണ്ട് അതിൽ ഓരോ ദിവസവും ആ കുട്ടി പറയുന്ന കാര്യങ്ങൾ ഞാൻ അന്നന്ന് അപ്ഡേറ്റ് ചെയ്ത് പക്ഷെ അതെല്ലാം ഞാൻ സത്യത്തിൽ എൻ്റെ ബിസിനസ്സിൽ തന്നെയാണ് ചെയ്ത് പൊക്കോണ്ടിരുന്നത്. അതിൽ എനിക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് വന്നപ്പോ എനിക്കിത് കൊള്ളാം, നല്ല പരിപാടിയാണ്. കാരണം ഞാൻ ഇത്രയും 10 വർഷമായിട്ട് എന്നെ അറിയാത്ത ആൾക്കാരൊക്കെ ഈ പരസ്യം കണ്ടിട്ട് അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് വരെ വരുന്നു. പത്തനംതിട്ട, കൊല്ലം, തിരുവല്ല എന്നൊക്കെ എൻക്വയറി വരുന്നു. അവർക്ക് റീച്ച് കൊടുക്കാൻ പറഞ്ഞിട്ട് എൻക്വയറി വന്നപ്പോഴത്തേക്ക് ഇത് എനിക്ക് എന്റെ ബിസിനസ്സിലിട്ടാൽ എനിക്ക് നല്ലൊരു ഗ്രോത്ത് കിട്ടും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സിൽവറായി. സിൽവറിലെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഡയമണ്ടിന്റെ ഓഫർ സാർ വെച്ചത്. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് ഡയമണ്ടിലേക്ക്, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഡയമണ്ടിലേക്കൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നത് എന്നെ പോലെ കുറച്ചുപേരെ കാണത്തുള്ളൂ. വളരെ കുറച്ചുപേരെ കാണുള്ളൂ. എല്ലാവരും വന്ന് എന്തായാലും കുറച്ച് മാസങ്ങളൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്ന്. എനിക്ക് നവംബറിൽ വന്നിട്ട് ഡിസംബറിൽ തന്നെ ഡയമണ്ടിലോട്ട് വന്നു. ഈ സിൽവറിൽ ഉണ്ടായ നേട്ടങ്ങൾ എങ്ങനെയാണ്? എന്താണ് ചെയ്തിരുന്നത്? എന്തൊക്കെ നേട്ടങ്ങളാണ് കിട്ടിയത്?
സിൽവറില് സാറ് ക്ലാസ്സിൽ പറയുന്ന 30 ദിവസത്തെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ആ അത് ഞാൻ കറക്റ്റായിട്ടെല്ലാം ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. എല്ലാം എനിക്ക് സമയം കിട്ടിയില്ലെങ്കിലും ഞാൻ രാത്രി ഇരുന്നിട്ടാണേലും അത് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഇട്ട് കൊടുക്കുമായിരുന്നു. ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ തന്നെ നല്ലതായിട്ട് റെസ്പോൺസ് എനിക്ക് കിട്ടി. പുറത്തും നല്ല റെസ്പോൺസ് കിട്ടി. എന്റെ ഉം, ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്തു. അപ്പൊ ഉം. അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു. അപ്പം പുറത്തുനിന്നുള്ള എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്നെ കുറച്ച് ആൾക്കാർ പുറത്തോട്ട് അറിയാൻ തുടങ്ങി ഒന്നുകൂടെ. ആ പുറത്തുനിന്നുള്ള വെരി എൻക്വയറി ഗുഡ്. ഇപ്പൊ ഇന്നലെ തന്നെ ആണെങ്കിൽ എനിക്ക് വന്ന പേഷ്യൻസ് ഒക്കെ ചേർത്തല മുഹമ്മ, അതൊക്കെ ഇവിടുന്ന് ഒത്തിരി ദൂരെയാ. അവിടെ ആ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് ഇന്നലെ എനിക്ക് ഒപിയിൽ വന്നത്. അതും വെരി ഗുഡ്. ട്രീറ്റ്മെന്റ്സിനാ വന്നത്. അവര് സമയം കണ്ടെത്തി അവര് വരുമ്പോ, അപ്പൊ ഒരാൾ വന്നപ്പോ സ്റ്റാഫ് തന്നെ ചോദിക്കുന്നു, ഒരാളുടെ കൂടെ വരുന്നത് 4-5 പേരാ, ഒരാളാണ് വരുന്നതെങ്കിൽ ആ ഒരു ഫാമിലി എനിക്ക് കിട്ടുന്നത്. സൂപ്പർ സൂപ്പർ. ഡോക്ടർ എന്താണ് ചെയ്തത്? അത് പോസ്റ്റർ ആണോ, ഹിപ്നോട്ടിക് വീഡിയോ ആണോ, എങ്ങനെയാണ്? ആ ഹിപ്നോട്ടിക് വീഡിയോയിലേക്ക് ഞാൻ വന്നത് പിന്നെയായിരുന്നു. അത് ഹിപ്നോട്ടിക് പോസ്റ്റർ പോസ്റ്റർ ക്യാപ്ഷൻസ് അല്ലേ? ക്യാപ്റ്റൻസ് ചെയ്ത് ആ അതിൽ തന്നെ എനിക്ക് റെസ്പോൺസ് വന്നു. പിന്നെ സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ട് സാറ് പറയുന്ന എങ്ങനെ ചെയ്യണം, ആ ഒരു ആളെ എങ്ങനെ അവരുടെ കൺവിൻസ് പ്രോബ്ലംസിനെ ചെയ്യണം. ആ എങ്ങനെ നമുക്ക് കൺവിൻസ് ക്യാപ്ഷൻസ് ആക്കി എടുക്കാം? എങ്ങനെ അതിൽ കൊടുക്കാം. അപ്പൊ അവര് ഞാൻ എങ്ങനെ ഇതിലെത്തിയോ അതുപോലെ എന്റെ ഉം. ആ ട്രീറ്റ്മെന്റിലേക്ക് ഞാൻ എങ്ങനെ എന്റെ പ്രശ്നം എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനായിരുന്നു ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്നത്. ഉം. അപ്പം പുറത്തുള്ള ആൾക്കാരുടെ അതേ പ്രശ്നം അതേ സോൾവ് ചെയ്യാൻ പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഡോക്ടറിന്റെ ജീവിതത്തിൽ, മീൻസ് ബിസിനസ്സിൽ അപ്പോൾ നടന്നുകൊണ്ടിരുന്നത് ഇത് വരുന്നതിന് മുമ്പ്, മാർക്കറ്റിങ്ങിലും എനിക്ക് ഇതിലൊക്കെ? ആ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എങ്ങനെ മാർക്കറ്റ് ചെയ്യണം. എന്റെ പ്രോഡക്റ്റ് ഉണ്ട്, ഇഷ്ടം പോലെ നല്ല പ്രോഡക്റ്റും ഉണ്ട്, റെസ്പോൺസും ഉണ്ട് അല്ലേ? പക്ഷെ എങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട്, മാർക്കറ്റ് ചെയ്യണമെന്ന്. മാർക്കറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, എങ്ങനെ ഇതിനെ പബ്ലിക്കിൽ എത്തിക്കണം എന്ന് അറിയത്തില്ല. നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുമ്പം നമുക്ക് തന്നെ തോന്നും, എടാ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഇതെങ്ങനെ നമുക്ക് ഇത് എങ്ങനെ എത്തിക്കും എന്ന് അറിഞ്ഞിരുന്ന സമയത്താണ് ശരിക്കും ആ ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ടത് എന്റെ ഭാഗ്യമായി. താങ്ക് യു സോ മച്ച്. 10 വർഷം കൊണ്ട് നേടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഒരു 4-5 മാസം കൊണ്ട് നേടിയതല്ലേ? ആ ഒരു ഗ്രോത്ത് വന്നത് വണ്ടർഫുൾ. അപ്പോൾ ഇതെല്ലാം തനിയെയാണ് വേറെ ആരെങ്കിലും ഹെൽപ്പ് എടുത്തിരുന്നോ, അതോ എല്ലാ പോസ്റ്ററും വീഡിയോ ഒക്കെ ഡോക്ടർ നമ്മൾ നല്ല തിരക്കുള്ള ഒരു വ്യക്തിയായിരിക്കുമല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇത് തനിയെ ചെയ്തതെന്നാണ് എൻ്റെ ഒരു അത്ഭുതം. എല്ലാം തന്നെയാ ചെയ്തത്. എല്ലാം എനിക്ക് ക്ലിനിക്കിൽ എപ്പോഴൊക്കെ ഇടയ്ക്ക് പേഷ്യൻസിന്റെ ഗ്യാപ്പ് വരും, ആ ഗ്യാപ്പ് അല്ലെ ലഞ്ച് ബ്രേക്ക്, പിന്നെ വൈകിട്ട് വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മക്കളെ പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള സമയം, അങ്ങനെ ഞാൻ രാവിലെ ഒന്നത്തെ കാര്യം രാവിലെ ഞാൻ എഴുതി വെക്കും, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന പോസ്റ്ററുകൾ ഇന്ന് ചെയ്യണം ആ എന്നുള്ളത്. അതെന്തായാലും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് മസ്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കും. ഓ സൂപ്പർ. ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു വളരെ എന്താ പറയുക, ഒരു മോട്ടിവേറ്റർ കൂടിയാണ്. ഞാൻ ഇത് ഔട്ട് ഓഫ് ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ കേട്ടെ. ഒരുപാട് സ്റ്റുഡൻസിന് ഉപകാരം, ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഇൻഫർമേഷൻസ് ആണ് ഡോക്ടർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ ആക്ഷൻ എടുക്കുന്നതിൽ മിക്കവർക്കും, ഈവൻ ഡോക്ടർ ആയാലും ഒരു രാജാവായാലും ആരായിരുന്നാലും ആക്ഷൻ എടുക്കുന്നതിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ അത് എങ്ങനെയാണ് കറക്റ്റ് ആക്ഷൻ എടുത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്? നമുക്ക് ആക്ഷൻ എടുക്കണം എന്നുള്ളത്, നമ്മൾ ഇത് പ്രോഗ്രാമിന് വന്നത് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനാണല്ലോ. സാറ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ആക്ഷൻ എടുക്കാതെ ഒരിക്കലും അതിൽ റിസൾട്ട് ഉണ്ടാവില്ല. നമ്മൾ പഠിപ്പിക്കുന്ന ഇപ്പൊ ഏത് പ്രശ്നമാണെങ്കിലും അത് പഠിച്ചാൽ അത് അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യാൻ ഉള്ള പറ്റണം, മനസ്സ് കാണിക്കണം അല്ലേ? അപ്ലൈ ചെയ്യാനുള്ള മനസ്സ് എന്തായാലും കാണിക്കണം. അതിപ്പോ ഏത് കോഴ്സ് ആണെങ്കിലും അത് പഠിപ്പിക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത് മനസ്സ് കാണിച്ചേ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളത് ഇരുന്ന് ചെയ്യാതെ റിസൾട്ട് കിട്ടത്തില്ല. വെരി ഗുഡ്, കറക്റ്റ്. അതിനുശേഷം സിൽവറിൽ നിന്ന് ഡയമണ്ടിലോട്ട് വന്നപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നത്? ഡയമണ്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് ഏറ്റവും പ്രധാനം ഡയമണ്ട് ട്രാക്കറാണ്. ഡയമണ്ട് ട്രാക്കർ ഞാൻ ഈ രാവിലെ ചെയ്യണമെന്ന് പറഞ്ഞ് എഴുതി വെക്കുന്ന കാര്യങ്ങൾ പോലെയാണ് ആ ഡയമണ്ട് ട്രാക്കർ. ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്യണം, നമ്മൾ ഓഡിയോ കേൾക്കുന്ന കാര്യം എല്ലാം അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും മസ്റ്റായിട്ട് നമ്മൾ ചെയ്തു പോകും. ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് പ്രധാനം കാണുന്നത്. അപ്പം ഡയമണ്ട് ട്രാക്കർ കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. വെരി ഗുഡ്. ഈ സിൽവർ കോച്ചിങ്ങിൽ നിന്ന് അതൊന്ന് മാറി ഡയമണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ക്ലാസ്സിലും സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടായ ചേഞ്ച്, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു എന്ത് ഡിഫറൻസ് ആണ് കണ്ടത്? കമ്മ്യൂണിറ്റി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളും ചെയ്യും. മറ്റതിൽ അങ്ങനെ ഇല്ലല്ലേ? ഇല്ല, മറ്റേതിൽ അങ്ങനെ ഇല്ലല്ലോ. കമ്മിറ്റഡ് അല്ല. അല്ല, ഇത് ഡയമണ്ടിൽ വരുന്നത് അവര് കമ്മിറ്റഡ് ആണ്.
കമ്മിറ്റഡ് ആണ്. അത് 1.5 ലക്ഷം, ഈ 1.5 ലക്ഷമൊക്കെ കൊടുത്ത് കോഴ്സ് ചെയ്ത് ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പം ഫ്രണ്ട്സൊക്കെ ഇത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടായിരുന്നോ, ഇങ്ങനെയൊക്കെ ഇത്രയും കൊടുത്ത് പഠിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ? ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ല, എന്റെ വീട്ടിലുള്ളവർ തന്നെ അത്ഭുതപ്പെട്ട. ഹെച്ച് ഓഫ് എം അവാർഡിന് പോയപ്പോഴാണ് ഞാൻ ഇത്ര ഇൻവെസ്റ്റ് ചെയ്താണ് ഈ പഠിച്ചതെന്ന് തന്നെ അറിയുന്നത്. അതുവരെ സീക്രട്ട് ആയിരുന്നല്ലേ? ഒരു സീക്രട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു അവാർഡ് മേടിച്ചപ്പോഴുള്ള ഫീല്? അവാർഡ് മേടിച്ചപ്പോ ഉള്ള ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിനെ തന്നെ എന്താ, ഞാൻ വേറൊരു ലെവലിലെത്തി. ആ, ഒരു ഗ്രൂപ്പ് ഭയങ്കര നല്ല പോസിറ്റീവ് ആയപ്പോഴുള്ള ഒരു ഗ്രൂപ്പ് അല്ലേ നമ്മുടെ DMH ഫാമിലി എന്ന് പറയുന്നത്. അതെ. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു എന്താ പറയാ ബാരിയറും ഇല്ല, എല്ലാരും ഈക്വൽ. എല്ലാവരും ഈക്വൽ. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊരു അതൊരു അപ്പം പ്രത്യേക എന്താ പോസിറ്റീവ് ഫീലിംഗ് ആട്ടോ. എല്ലാരും ഒരേപോലെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വെളുത്ത കറുത്ത സാർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ ആ അതെ അതെ, ശരിയാണ്. ഒന്നുമില്ല, പണക്കാരനോ പാവപ്പെട്ടവനോ അങ്ങനൊന്നുമില്ല, എല്ലാരും ഒരുപോലെ. എല്ലാവർക്കും ഒരേ പോസിറ്റീവ് വൈബ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഹെൽപ്പിംഗ് പറഞ്ഞു മെന്റാലിറ്റി. കൊടുക്കാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് അതിലെല്ലാവർക്കും ഉണ്ട്. ആരും പറഞ്ഞു താങ്ക് യു, കൊടുക്കാതെ ഇരിക്കൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നമുക്ക് ശരിക്കും നമുക്ക് വളരാനും അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വേണം അല്ലേ? കേരളത്തിൽ അങ്ങനെ ഒരു പോസിറ്റീവ് കമ്മ്യൂണിറ്റി വേണം, ഉറപ്പായിട്ട്. താങ്ക് യു. അപ്പോൾ ഞാനിനി ചോദിക്കുന്നത്, ഡോക്ടറിൻ്റെ നമ്മുടെ ഈ ഡയമണ്ട് പ്രോഗ്രാമിൽ വന്നിട്ടുള്ള ഒരു 5 അച്ചീവ്മെൻറ്റ്സ് പറയാമോ? റിസൾട്ടുകൾ. ഒരുപാട് റിസൾട്ട്സ് ഉണ്ടെന്ന് അറിഞ്ഞു. നമ്മൾ 4 ലക്ഷം നേടി അവാർഡ് മേടിച്ചത് റിസൾട്ട് തന്നെയാണ്. ഒരു ഡോക്ടറിന് പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന ഒരു 5 അച്ചീവ്മെൻറ്റ്സ് പറയാമോ? ഞാൻ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആയി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഉള്ള ഏറ്റവും വലിയ. ഇനിയിപ്പം എനിക്ക് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും എന്റെ പ്രശ്നമേ അല്ല. അതാണ് പോസിറ്റീവ്. എന്റെ നമ്പർ 1 പേഴ്സണലി വന്ന അച്ചീവ്മെൻറ്റ്. ആ. അതെ നമ്പർ 1 അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഫിനാൻഷ്യലി എനിക്ക് സ്റ്റേബിൾ ആവാൻ പറ്റും. സ്റ്റേബിൾ ആവാൻ പറ്റി. വെരി ഗുഡ്. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്, ബാക്കിയുള്ളവർ ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആക്കുക. സ്റ്റേബിൾ ആവാൻ പറ്റി. എനിക്ക് ഇനി ഫിനാൻഷ്യലി ഒരു പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാൻ എന്റെ കയ്യിൽ ആ ആയുധമുണ്ട് എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ എന്നെ പുറത്തോട്ട് കുറച്ച് ആളുകൾ കേരളത്തിൽ പുറത്തോട്ടുള്ള ആ വെരി ഗുഡ്, വെരി ഗുഡ്. അറിയാൻ തുടങ്ങി, നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും. പിന്നെ എനിക്ക് ഏറ്റവും വലിയത് വീഡിയോ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്റെ ഫേസ് എനിക്ക് തന്നെ കാണുമ്പോൾ അയ്യോ ഇങ്ങനാണോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയില്ല. യൂട്യൂബ് വീഡിയോ ചെയ്യാനൊക്കെ ഒന്ന് എനിക്ക് ആ ഒരു മടി മാറി കിട്ടി. ഞാൻ കുറച്ചുകൂടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇത്രയും സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയെന്ന് വീട്ടിലുള്ളവരും എന്റെ സ്റ്റാഫ് ആണേലും പറയുന്നുണ്ട്. കുറച്ചുകൂടെ ബോൾഡ് ആകാൻ പറ്റി. വെരി ഗുഡ്. വേറെ എന്ത് മാറ്റമാണ്? വേറെ വീട്ടിലുള്ളവരെ എനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാൻ, നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ നമുക്ക് വീട്ടിലുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ആ വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ അടുത്ത ഇതിൽ റീഗെയിൻ നമ്മൾ നവംബറിൽ വരുമ്പോഴേക്കും അല്ലേ, അല്ലെങ്കിൽ അടുത്ത വർഷവും 1 crore വരാനുള്ള ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടോ? മനസ്സിൽ നിശ്ചയിച്ചിട്ടുണ്ട്? തീർച്ചയായും എടുത്തിട്ടുണ്ട്. അതിനാണ് ഞാനിപ്പോ എന്റെ മൈൻഡ് സെറ്റ് കൂടെ മാറ്റാനാണ് ഞാനിപ്പോ മൈൻഡ് ഡയമണ്ടിലും കൂടെ കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തത്. ഓക്കെ, ഓക്കെ, വളരെ സന്തോഷം. ഇനി ഞാൻ ചോദിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും സ്റ്റാഫുകളെ കുറിച്ചും ഒക്കെ ഒരു വാക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും പ്രധാനം വിപിൻ സാറിനെ പോലെ ഒരു മെന്ററെ കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പിന്നെ സ്റ്റാഫ് ഓരോരുത്തരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും, വിമൽ സാറാണേലും ഷൽമ മിസ് എല്ലാവരും ഒന്നിനൊന്ന് ബെറ്റർ ആണ്. നമ്മൾ എന്ത് പ്രശ്നം പറഞ്ഞാലും അപ്പൊ തന്നെ അവർ സോൾവ് ചെയ്ത് നമുക്ക് സൊല്യൂഷൻ തന്നിരിക്കും. താങ്ക് യു, താങ്ക് യു. എനിക്ക് ഡോക്ടറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ ഫസ്റ്റ് 1-1 ചോദിച്ചു, എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ട് ഇരിക്കാൻ പറ്റുന്നത്? ഞാൻ ചോദിച്ചത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഞാൻ എന്നിട്ട് ചോദിച്ച ആ ചോദ്യമാണ്. അപ്പോൾ അത് ഞാൻ വീണ്ടും ചോദിക്കണം, എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പ്ലസൻ്റ് ആയിരിക്കാൻ കഴിയുന്നത്? കാരണം എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് ഉണ്ട്, പക്ഷെ ചിരിച്ചോണ്ട് ഫേസ് ചെയ്യുന്ന എപ്പോഴും പ്രസൻ്റ് ആയിരിക്കേണ്ട രഹസ്യം എന്താണ്? നമ്മൾ പ്ലസന്റ് ആയിരുന്നാലേ നമ്മുടെ അടുത്ത് വരുന്ന ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ നമ്മളും എപ്പോഴും ഗൗരവമായിട്ടിരുന്ന വരുന്നവരും ആ ഒരു ഫീലിംഗ് മാറില്ല. വരുന്നവരെ പ്ലസന്റ് ആക്കി വിടലാണ് എന്റെ തൊഴിൽ. വരുന്നവരുടെ പ്രശ്നം സോൾവ് ചെയ്ത് വിടലാണ് എന്റെ തൊഴിൽ എന്ന് പറയുന്നത്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറ്റി വിടല. അപ്പൊ അവര് ഭയങ്കര ടെൻഷനായിട്ടായിരിക്കും വരുന്നത്. ആദ്യമായിട്ട് കാണുന്നവരും ദൂരെ നിന്ന് വരുന്നവരൊക്കെ ആണെങ്കിൽ എങ്ങനെയായതാന്ന് അറിയത്തില്ല. പക്ഷെ അവര് ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്താൽ അവര് ആ പ്രശ്നം എത്ര വലിയ പ്രശ്നം, പറയാൻ ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണെങ്കിലും നമ്മുടെ അടുത്ത് ഫ്രണ്ട്ലി മൈൻഡിൽ പറയും. മനസ്സിലായി. താങ്ക് യു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എന്നിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്?
സാറിന്റെ പോസിറ്റീവ് തിങ്കിങ് ആണ്. പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഇത് തന്നെ, എന്ത് പ്രശ്നം വന്നാലും സാറും ചിരിച്ചോണ്ട് തന്നെയാ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് കാണുന്ന ഇതിലിപ്പോൾ ഒരുപാട് ഈ ഇൻ്റർവ്യൂ എന്തായിരുന്നാലും എസ്പെഷ്യലി കുറേ ഡോക്ടേഴ്സ്, ആയുർവേദ ഡോക്ടേഴ്സ് എല്ലാവരും കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു 3 ടിപ്സ് പറയാമോ? ബിസിനസ്സിലോ മാർക്കറ്റിങ്ങിലോ ഡോക്ടറിൻ്റെ ഭാഗത്തു നിന്ന് ഡോക്ടറിന് പ്രയോജനപ്പെട്ട 3 ടിപ്സ് പറഞ്ഞു കൊടുക്കാമോ അവർക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള? ഓരോ ഡോക്ടർക്കും ഓരോ കഴിവ് കാണും. ഉം. ഓരോ ചികിത്സാ രീതിയിലാണേലും ചിലർക്ക് ആയുർവേദ ഡോക്ടർമാരാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ലൈസൻസ് ഉള്ളത് ആയുർവേദ ഡോക്ടർമാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് വെച്ചാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതുപോലെ ചികിത്സയിലുള്ള കഴിവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ബെറ്റർ ആയിട്ട് തോന്നുന്നു എന്ന് വെച്ചാൽ അത് പുറത്തുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇരുന്നുകൊണ്ട് അത് പ്രയോജനമില്ല, നിങ്ങളുടെ ലൊക്കാലിറ്റി ഇരുന്നുകൊണ്ട് പ്രയോജനമില്ല. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സാറിനെ പോലുള്ള ഒരു നല്ലൊരു മെന്ററിന്റെ കീഴിൽ അത് പഠിച്ചിട്ട് നിങ്ങളത് പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കുക. പിന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എപ്പോഴും നിങ്ങളെ കുറിച്ച് പലതും പറയുന്നുണ്ടാവും, പക്ഷെ ജീവിക്കുന്ന നമ്മളാണ്. നമ്മളെ പ്രശ്നം എന്നും നമ്മളുടെ മാത്രം പ്രശ്നമാണ്. പുറത്തുള്ളവർ പല കമന്റ്സും പറയും, പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യബോധം എല്ലാവരിലും ഉണ്ടായിരിക്കണം. ഓ, വെരി ഗുഡ്. അപ്പം ഒന്ന് അവരുടെ യുണീക്ക് ടാലൻറ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 2 മാർക്കറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. 3 പോസിറ്റീവ് മെൻറ്റാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തി എന്ന രീതിയിൽ ഡോക്ടേഴ്സ് അല്ലാതെ തന്നെ ഒരുപാട് ഇപ്പം ലേഡീസ് ബിസിനസ്സിലോട്ട് കടന്നു വരുന്നു. ലേഡീസിന് ബിസിനസ് പറ്റുന്നതാണോ? എന്താ ഡോക്ടറിൻ്റെ? തീർച്ചയായും എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാനും ഒരു വീട്ടമ്മയാണ്, മക്കളുണ്ട്, ബിസിനസ് എല്ലാ കാര്യങ്ങളും ഒരുപോലെ കൊണ്ടുപോകുന്ന വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരാളാണ്. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും, എല്ലാ ലേഡീസിനും പറ്റും. ഇപ്പം എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവ്. എല്ലാവരും ഇപ്പൊ ഡോക്ടർമാരല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഒന്നും ആയിരിക്കണം എന്നില്ല. അവര് പഠിച്ചൊരു തൊഴിലുണ്ടായിരിക്കും. ഇപ്പം അവര് പഠിച്ചൊരു കൈത്തൊഴിലോ എന്ത് തൊഴിലാണെങ്കിലും അവർ പഠിച്ചതെന്നുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാനുള്ള എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് പഠിച്ചെടുത്ത് നിങ്ങൾ ആ കഴിവിനെ ബിസിനസ് ആക്കി മാറ്റുക. നിങ്ങൾ സ്വയം കാലിൽ നിൽക്കുക. വെരി ഗുഡ്. ഞാനൊരു വിമൺ എംപവർമെൻറ്റ് കോച്ച് എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ഡോക്ടറിൻ്റെ ഒരു 1 വേർഡ് അഡ്വൈസ് എന്താണ്? ലേഡീസിന് എംപവർ ആവണമെങ്കിൽ അവർക്ക് നമ്പർ 1 വേണ്ട സംഭവം എന്താണ്? എന്ത് സ്കില്ലാണ് അവർ ഡെവലപ്പ് ചെയ്യേണ്ടത് ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ? ആസ് എ ലേഡി ഓൺട്രപ്രണർ അപ്പാർട്ട് ഫ്രം എ ഡോക്ടറിന് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അവരുടെ സ്കില്ല് എന്താണോ അതിനെ വളർത്തിയെടുക്കുക. ഏറ്റവും മാക്സിമം നിങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങൾ തന്നെ സ്വീകരിക്കുക. നിങ്ങളുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അല്ലേ? ഓരോരുത്തർക്കും അത് കണ്ടെത്തുക, അത് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുക എന്നുള്ളതാണ് അഡ്വൈസ് അല്ലേ? ചെറിയൊരു വലിയ വരുമാനം എന്നല്ല, അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ചെറിയ വരുമാനത്തിലാണെങ്കിലും തുടങ്ങി അതിനെ വളർത്തിയെടുക്കാനുള്ള എന്തൊക്കെയാണോ ആ സമയത്ത് വേണ്ടത് അതിനുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. നിങ്ങൾക്ക് ഫോണിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരാരുമില്ല. അതിൽ തന്നെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെ ഇന്ന് എല്ലാവർക്കും ഉള്ളൂ. ഒരു വിരൽത്തുമ്പിൽ അവർക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളെ ഇന്നുള്ളൂ. അതിൽ നിങ്ങൾ എന്താണോ വേണ്ടത് അത് ചെയ്തെടുക്കുക. നിങ്ങൾ സ്വയം കാലിൽ നിൽക്കുക. വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉണ്ട്, ബിസിനസ് ഓണേഴ്സ്, വുമൺ ഓൺട്രപ്രണേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം ഈ സ്റ്റാർട്ടപ്പിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ബിൽഡ് ചെയ്യലാണ്. സ്കെയിലപ്പ് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആ ബിൽഡ് ചെയ്ത ഫേസ്, ഏറ്റവും പാടുള്ള ഫേസിൽ ഡോക്ടർ കടന്ന് അത് എന്താ പറയുക ഓവർകം ചെയ്ത് വന്നു. അപ്പം ഡോക്ടറിന് എന്താണ്, ഡോക്ടറിൻ്റെ പാതയിൽ അത്ഭുതത്തോട് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്ങനെ എനിക്കിത് സ്കെയിലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ്സുകാരുണ്ട്. അവരോട് എന്ത് ടെക്നിക്കാണ് ഡോക്ടർ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? തുടക്കക്കാർ, അതായത് മനസ്സിലായി ചോദിച്ചത്? മനസ്സിലായോ? മനസ്സിലായി. അതായത് ഡോക്ടർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഒറ്റയ്ക്കല്ലേ എല്ലാം ബിൽഡ് ചെയ്തുകൊണ്ട് വന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാൻ പറ്റുന്നത്? എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുക, പക്ഷെ അതിനുവേണ്ടി ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താവുള്ളൂ. വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഫെയിൽ ആവാതിരിക്കുക. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ആ ബിസിനസ് കടം എടുത്ത് ചെയ്യുന്നവരും അല്ലേ, അവരോടാണത് ആ ഒരു ഇത് പറയുന്നത്. അതുപോലെ ബിസിനസ്സിൽ
നമ്മൾ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു മൂവ്മെൻ്റ് എന്താണെന്നാണ് ഡോക്ടർ തോന്നുന്നത്? അത് പ്രോഡക്റ്റ് ആണോ, മാർക്കറ്റിംഗ് ആണോ, സെല്ലിംഗ് ആണോ, ടീമാണോ? ഡോക്ടറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എന്താണ്? മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് തന്നെയാണ്. എന്തുകൊണ്ട്? മാർക്കറ്റിംഗ് നന്നായിരുന്നാലേ നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ പറ്റത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആള് വന്നില്ലെങ്കിൽ ആള് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ സാധനം. ആള് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ കാണുന്നവർക്കും എല്ലാവരും എൻജോയ് ചെയ്യുന്നു തോന്നുന്നു ഡോക്ടറിൻ്റെ ഈ രസകരമായ ഇൻ്റർവ്യൂ. ഇനി ഞാൻ ചോദിക്കാനുള്ളത്, നമ്മുടെ കോഴ്സിൽ എന്ത് പ്രത്യേകതയാണ് ഡോക്ടർ കണ്ടത്? ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഏറ്റവും സിമ്പിൾ ആണ്. അതായത് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സാറ് ക്ലാസ് എടുക്കുന്ന മലയാളത്തിലാണ്. ആർക്കും ഏറ്റവും സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ ഡൗട്ട് ആണെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫ് ആംബിയൻസ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് എടുത്താൽ അതിന്റെ സംശയങ്ങൾ എന്താണെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാഫുകളാണ്. നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ, എനിക്കെന്നല്ല, ഡോക്ടർ ആയതുകൊണ്ട് എനിക്കെന്നല്ല, ഏത് എഡ്യൂക്കേഷൻ ലെവലിലുള്ള ആൾക്കാണെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ അയാൾക്കൊരു കഴിവുണ്ടെങ്കിലും ആ കഴിവിനെ സാറിന്റെ ക്ലാസ് കൊണ്ട് 1 crore ക്ലബിൽ എത്തിക്കാൻ സാറിനെ കൊണ്ട് പറ്റും. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പോൾ ഒരു സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗും ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ, സാധാരണ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് സാധാരണ ഫേസ്ബുക്ക് ആഡ് എങ്ങനെ വെറുതെ ചെയ്തു പോകുക എന്നുള്ളത്. പക്ഷെ ആകർഷണീയമായ രീതിയിൽ അവരുടെ പ്രശ്നത്തെ കണ്ടറിഞ്ഞ് അതിനൊരു സൊല്യൂഷൻ എടുത്ത് അതിനെ പരസ്യ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ, ഡിജിറ്റലായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാറിന്റെ ക്ലാസ് കണ്ടാലേ പറ്റത്തുള്ളൂ. താങ്ക് യു ഡോക്ടർ. ഇനി ഞാൻ ചോദിക്കുന്നത്, ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാൻ 1-2 അഡീഷണൽ ചോദ്യം കൂടെ ചോദിക്കുകയാണ്. എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ്. ഹെൽത്ത് പരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3 ടിപ്സ് പറയാമോ എല്ലാവർക്കും വേണ്ടിയിട്ട്? മാർക്കറ്റിംഗ് അല്ല, ഹെൽത്ത് പരമായി ആസ് എ ഡോക്ടർ. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക, ഉറക്കം പ്രധാനമായിരിക്കുക, വലിച്ചുവാരി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഇത് തന്നെയാണല്ലേ? അത് തന്നെ. നമ്മുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം മാത്രം കഴിക്കുക, ഉറക്കം പ്രധാനമാണ്, മൂന്നാമത്തെ എക്സസൈസ്. നമ്മൾ കഴിക്കുന്ന കാലറി അന്നന്ന് ബേൺ ചെയ്യാനായിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യോഗ, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ വർക്കൗട്ട്, ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെങ്കിൽ ജിമ്മിൽ പോവുക. ഏറ്റവും പ്രധാനമായിട്ട് അത് തന്നെ, വർക്കൗട്ട്. നമ്മൾ കഴിക്കുന്ന കാലറി പകുതിയെങ്കിലും ബേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഈ തൃപ്പാദം ആയുർവേദ, എങ്ങനെയാണ് തൃപ്പാദം ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ ഡോക്ടർ പറഞ്ഞു എസ്തെറ്റിക് ഫിസിഷ്യൻ ആണെന്ന് പറഞ്ഞു. അത് എന്താണ്? അതുപോലെ എന്ത് സർവീസാണ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് തൃപ്പാദത്തിൽ എന്നുള്ളത് 2 വരി പറയാമോ? ഈസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സൗന്ദര്യ പ്രശ്നങ്ങളാണ്. മുടികൊഴിച്ചിലിനൊക്കെ വരുന്ന PRP പോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രീറ്റ്മെന്റ് ചികിത്സാ രീതികളാണ് PRP, GFC, അതുപോലെ മുഖത്തെ ചുളിവുകൾ മാറ്റാനുള്ള PRP, മെലാസ്മ, അതായത് കരിമംഗല്യം ഒക്കെ മാറ്റാനുള്ള പീൽസ്, അങ്ങനെയുള്ള ചികിത്സാ രീതികളാണ് ഈസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സിൽ വരുന്നത്. അത് BMS അല്ലെങ്കിൽ BDS, MBBS ഒക്കെ കഴിഞ്ഞിട്ട്, ഹെൽത്ത് സയൻസ് ഒക്കെ പഠിച്ച കോഴ്സുകൾ കഴിഞ്ഞിട്ട് ഒരു PG ഡിപ്ലോമ പോലെ ചെയ്യുന്ന ഈസ്തെറ്റിക് ഫിസിഷ്യൻ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ പറ്റുക. ഓക്കെ ഓക്കെ. അവിടെ എന്തൊക്കെയാണ് ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ഹെയർ ഫാളിനുള്ള, മുടികൊഴിച്ചിലിനുള്ള PRP, GFC, ബയോട്ടിൻ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പിന്നെ മുഖക്കുരുവിനുള്ള അല്ലെങ്കിൽ കരിമംഗല്യത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള പീൽസ്, നമ്മുടെ കെമിക്കൽ പീൽസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രാ ഫേഷ്യൽ പോലുള്ള ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു, എന്താണ് പ്രത്യേകത എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ഈസ്തെറ്റിക് മെഡിസിൻ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പീൽസ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും അലോപ്പതി അല്ലെങ്കിൽ കെമിക്കൽ കുറച്ചെങ്കിലും വരുന്ന മെഡിസിൻസ് ആണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹെർബൽ മെഡിസിൻസ് തന്നെ എക്സ്ട്രാക്ട് ആക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഹൈഡ്രാഫേഷ്യലി വരുന്ന പാക്കുകളാണെങ്കിലും സിറം ഒക്കെ ആണെങ്കിലും നമ്മൾ നമ്മുടെ എക്സ്ട്രാക്ടിങ് മെഷീൻ വെച്ച് തന്നെ ഈ ഹെർബൽ മെഡിസിൻസിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ടാണ് ട്രീറ്റ്മെന്റ്സിന് ഉപയോഗിക്കുന്നത്. ഗ്രേറ്റ്. വളരെ പറഞ്ഞോളൂ. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റും നമ്മുടെ തന്നെ പ്രിപ്പറേഷൻസ് ആണ്, പ്രോഡക്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
തൃപ്പാദം ആയുർവേദ ചികിത്സാ കേന്ദ്രമായിട്ട് കണക്റ്റ് ആവണമെങ്കിലും ഡോക്ടർ ദൃശ്യ മാഡവുമായിട്ട് കണക്റ്റ് ആവണമെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് നമ്പരും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. നമ്മുടെ ഒരു ആയുർവേദ ഡോക്ടർ 10 വർഷത്തോളം സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത ആയുർവേദ ഡോക്ടർ 4 മാസം കൊണ്ട് ബിസിനസ്സിൽ 60,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ പ്രതിമാസത്തിലേക്ക് സ്കെയിലപ്പ് ചെയ്ത അനുഭവങ്ങളാണ് നിങ്ങൾ കേട്ടത്. അതിൽ സഹായമായത് ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഡയമണ്ട് മെമ്പർഷിപ്പാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് നിർത്താം. ഈ 1.5 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ പഠിക്കണം എന്ന് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ബാക്കിയുള്ള ഡോക്ടേഴ്സിനും ബിസിനസ് ഓണേഴ്സിനും? അല്ലെങ്കിൽ അത് എങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന റിട്ടേൺസ് വരുമ്പോൾ ഈ 1.5 ലക്ഷം ഒന്നുമല്ല. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ജൂണാണ്. ഇപ്പോൾ ജൂണ് നമുക്കിനി വരുന്ന ഒരു വർഷത്തിനകത്ത് ഈ 4 ലക്ഷം അച്ചീവ് ചെയ്ത് 4 മാസം കൊണ്ട് 4 ലക്ഷം അച്ചീവ് ചെയ്ത് പ്രതിമാസം ഇപ്പോൾ 2 ലക്ഷത്തിലോട്ട് സ്കെയിലപ്പ് ചെയ്ത ഡോക്ടറിനെ 1 crore നേടിയിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ കൊണ്ടുവരും. ഡോക്ടർ റെഡി ആണല്ലോ അല്ലേ? തീർച്ചയായും റെഡിയാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ അടുത്ത ഇൻ്റർവ്യൂ 1 crore ഇൻ്റർവ്യൂവിൽ വെച്ച് കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ടിരുന്നവരോട് എൻ്റെ നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിന് അറിയാൻ വേണ്ടിയിട്ടും ദൃശ്യ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. താങ്ക് യു.